ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു വെജ് പിസ്സ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി 250 ml കപ്പിൽ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഈസ്റ്റ് തയ്യാറാക്കാതെ ഈ കപ്പിൽ ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഈസ്റ്റാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഈസ്റ്റ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാമേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ, ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയേ. ഈസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒറിഗാനോ സീസണിങ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ ഒറിഗാനോ സീസണിങ് പിസ്സയിൽ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് മൈദയല്ലേ, ചിലപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോഴേ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇതിനി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമേ. ഈ മുകളിൽ കുറച്ച് ഓയിലൂടെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. 1 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഇത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു 1 അവർ ഒന്ന് വയ്ക്കാമേ. ഇത് 1 അവർ മുതൽ 2 മണിക്കൂർ വരെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 1 അവറേ വെച്ചുള്ളേ. നമ്മൾ എടുക്കുന്ന ഈസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പെട്ടെന്ന് പൊങ്ങി വരാം. നല്ല ഈസ്റ്റാണെങ്കിൽ ഇത് 1 അവർ കൊണ്ട് പൊങ്ങി വരും കേട്ടോ. 1 അവർ മതി. അല്ലെങ്കിൽ ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാമേ. ഇത് കയ്യിൽ പറ്റുവാണെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്താൽ മതിയേ. ഞാനിത് ഓവനിലാണ് വെക്കുന്നത് കേട്ടോ. ഇത് ഗ്യാസിലും ചെയ്യാം. ഇതിൻ്റെ ടൈം 15 മിനിറ്റ്സ് ആണ്. ആദ്യം ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് കൊടുക്കാമേ. പിസ്സയുടെ ട്രേ ആണ്. ഈ ട്രേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ പറ്റുവാണെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്താൽ മതി. സൺഫ്ലവർ ഓയിൽ മാത്രമേ എടുക്കാവൂ. ഇത് ട്രേയിൽ വെച്ച് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഈ പിസ്സയെ പൊങ്ങിയും താണും ഇരിക്കും. ഇത് എല്ലായിടത്തും ഞാൻ ഒരേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടൂത്ത് പിക്ക് കൊണ്ട് ഞാനൊന്ന് കുത്തി കൊടുക്കുകയാണ്. ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാനേ. ഇനി ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് വെച്ച് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാമേ. പിസ്സ സോസ് കുറച്ച് ഏറെ വെച്ച് കൊടുക്കണം, എന്നാലേ പിസ്സയ്ക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ടൈപ്പ് ചീസുണ്ട്. ഇത് മൊസറല്ല ചീസാണ്. ഇത് അല്ലാതെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു ടൈപ്പ് ചീസ് മതി. ഞാനാണെങ്കിൽ
2 ടൈപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടങ്ങ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു ടൈപ്പ് ചീസ് എടുത്താൽ മതി. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാമേ. ബ്ലാക്ക് ഒലിവും ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എൻ്റെ അടുത്താണെങ്കിൽ ബ്ലാക്ക് ഒലിവ് ഇല്ലായിരുന്നു കേട്ടോ, ഞാനത് കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. വെജിറ്റബിൾ എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുവാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചീസ് ഇതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ സീസണിങ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ചേർക്കുമ്പം കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഒരു ഫ്ലേവർ കിട്ടും പിസയ്ക്ക്. ഓവനിലേക്ക് വെച്ച് കൊടുക്കാമേ. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 15 മിനിറ്റാണ്. ഓവനിൽ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം വെച്ച് കൊടുക്കാൻ, ഇതിൻ്റെ മുകളിലായിട്ട് വേണം വയ്ക്കാൻ. ഇത് ഓവൻ വാങ്ങുമ്പം അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇത്. അത് ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പിസ്സ കട്ടർ കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്യുവാണ്. ഇതെനിക്ക് ബേക്ക് ചെയ്യാൻ ഒരു 15 മിനിറ്റ് എടുത്ത്. ഒരു പീസ് ഞാനൊന്ന് എടുത്ത് കാണിക്കാമേ. അപ്പം നിങ്ങളിത് നല്ല ടേസ്റ്റാണ്, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.